ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ജസ്റ്റ് ചോറും ബീട്രൂട്ട് തോരനും മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് രാവിലെ കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഒരു 1 അവർ കിട്ടും. ആ സമയത്തിനുള്ളിൽ എല്ലാം റെഡിയാക്കണേ. അങ്ങനെ ഞാൻ ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്യാനിട്ടു. ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്ത് കിട്ടി. പിന്നെ രണ്ടാമത്തെ സെറ്റ് ഫ്രൈ ചെയ്യാനിട്ടപ്പം ആ സമയത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു മോരുകറി വെക്കാമെന്ന്. തേങ്ങ ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ എല്ലാം അരച്ചെടുത്തു. അത് കഴിഞ്ഞ് കടുകൊക്കെ താളിച്ചിട്ട് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുത്തേ. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കായം ഇട്ട് കൊടുക്കാം. കായം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ മുരല്ലിയുടെ തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു, അതോടെ ഒഴിച്ചു കൊടുത്തു. അപ്പം എൻ്റെ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തു. അപ്പം മോരുകറി നല്ല ടേസ്റ്റാണ്. ആ സമയം കൊണ്ട് എൻ്റെ കൊഞ്ചെല്ലാം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ സവോളയും പിന്നെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. ഒരു ഗോൾഡൻ കളറാവണേ. അതപ്പം പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലകളെല്ലാം ചേർക്കാവേ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗരം മസാലയും പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ടൊമാറ്റോയും കൂടി ഇട്ട് ഒന്ന് നല്ലോണം ഇങ്ങനായി വരുമ്പോൾ ആ ഫ്രൈ ചെയ്തെടുത്ത കൊഞ്ചൂടി ഇടാം. പിന്നെ കുറച്ച് വേകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കൊഞ്ച് റോസ്റ്റിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി. പിന്നെ തൈരും ബീട്രൂട്ട് തോരനും കൊഞ്ച് റോസ്റ്റും പിന്നെ ഇവിടെ നാരങ്ങയുടെ അച്ചാറുണ്ട്. എനിക്ക് എന്ത് കറി ഉണ്ടെങ്കിലും അച്ചാറുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൂട്ടി ഞാൻ നന്നായിട്ട് കഴിച്ചു. പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് വർക്കിന് കയറണം. അപ്പോൾ അത്രയേ ഉള്ളൂ.